ഫുഡ് നിന്റെ ക്യാപ്പിൽ പറഞ്ഞ് 15 മിനിറ്റ് ഫുഡ് ഇവിടെ എത്തുന്നായിരുന്നല്ലോ. 45 മിനിറ്റ് ആവുന്നു. നിനക്ക് തോന്നുന്ന സമയത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ടത്. സാർ അതൊരു ബ്ലോക്ക് കാരണം കുറച്ച്. ബ്ലോക്കോ? എന്ത് ബ്ലോക്ക്? പറയുന്ന പൈസ കൊണ്ട് തരുന്നുണ്ടല്ലോ. അപ്പോൾ പറയുന്ന സമയത്ത് ഫുഡ് തരണം, മനസ്സിലായോ? നീ കണ്ടിടത്തേക്ക് ഇറങ്ങി കണ്ട് മുള്ളാരം പുറം കടന്ന് മാങ്ങയിൽ എറിഞ്ഞിട്ട് ഞങ്ങളവിടെ പട്ടിണി ഇരിക്കണമല്ലേ? സോറി സാർ, കുറച്ച് ബ്ലോക്ക് കിട്ടിയ. ഒരു സോറി ഇല്ല. പിന്നെ നീ വരുമ്പോൾ ഞങ്ങളുടെ താല്പര്യം കൊണ്ട് നിൽക്കുക അവിടെ നിന്നെ. ഫുഡും വേണ്ട, ഒരു കോപ്പും വേണ്ട. നീ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്കും. സോറി പോടാ സാർ, പോടാ സോറി സാർ. അല്ലെങ്കിലും അത് അങ്ങനെയാണ്. മറ്റുള്ളവരോട് വിശപ്പടക്കാൻ നടക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ആരും കാണാറില്ല. പലപ്പോഴും ഈ വേഷം കിട്ടേണ്ടി വരുന്നത് ഞങ്ങളുടെ നിവർത്തികേട് കൊണ്ട് മാത്രമാണ്. വേണ്ടപ്പെട്ടവർ പോലും പട്ടിണിയാകാതിരിക്കാൻ വേണ്ടി. ഇവിടെ പലപ്പോഴും ആഹാരത്തിനൊപ്പം ഞങ്ങളുടെ ആത്മാഭിമാനം കൂടിയാണ് വിലയിടപ്പെടുന്നത്. ചിക്കൻ മന്തി അതേടോ, കണ്ണിമാങ്ങയ്ക്ക് പറഞ്ഞ ചിക്സിനെ നോക്കിയിട്ടാ തനിക്ക് ചിക്കൻ മന്തി ആയിട്ടല്ലേ. നീ പോടാ. ഹലോ ഹലോ, എടാ ക്യാൻസലേഷൻ വന്നൊരു ചിക്കൻ മന്തി ഒന്ന് കൈപ്പെട്ടിട്ടുണ്ട്. നീ ഇത് എവിടെയാ? ഞാൻ ഓഫീസിൽ. എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആർക്കും പിന്നെ പറയാം, നീ മുറിഞ്ഞിട്ട് വാ. ഓക്കെ, ഞാൻ വരിക. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നിനക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? പെട്ടെന്ന് പറഞ്ഞു, ഞാൻ കഴിക്കാൻ പോവാ. അളേ, എന്നും ഓഫീസിൽ ഫസ്റ്റ് ഡേ ആയിട്ട് മൊത്തത്തിൽ അല്ലേ എടുക്കാൻ. എടാ നാളെ ഞാൻ എങ്ങനെ അവിടെ മുഖത്ത് പോയി നോക്കൂടാ? നീ പോയി നോക്കണം, അതിനിപ്പോൾ എന്താ? അല്ല, ഇങ്ങനെ നോക്കുമല്ലേ, നല്ലൊരു ചെയ്യുന്ന പണിയാണല്ലോ ചെയ്തിരിക്കുന്നത്. എടാ, ആരെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് പോസിറ്റീവ് കുറ്റിയിട്ട് പോയി പനി വരുമോ? ഇത് ഞാനൊരു അത്യാവശ്യം വന്നുകൊണ്ടല്ലേ ഷോർട്സ് എടുത്തുകൊണ്ട് പോയത്, അല്ലെ പിന്നെ അറിഞ്ഞിട്ട് ഷോർട്ട് എടുത്തുകൊണ്ട് പോകും. ഞാനിത് എങ്ങനെ അവിടെ മുഖത്ത് പോയി നോക്കൂടാ? എടാ കിടന്ന് മോങ്ങാതെ, എന്നൊക്കെ അവൾ ഇമ്പ്രസ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. എടാ ഞാനുള്ള എന്തിനാ നീ പേടിക്കുന്നേ? ഈ മന്തി ഇവിടെ വന്നോ? അതുപോലെ തന്നെ നാളെ അവളും ഇവിടെ വരും. എടാ, എന്നെ നിനക്ക് ഇത്രയും നല്ലതറിയില്ലേ? ഞാനില്ലേ? ഒന്നുമില്ല, വേറെ ഒന്നില്ല, എനിക്ക് വിശ്വാസമില്ല. നിന്റെ ഈ കുരുട്ട് ബുദ്ധിയിലൊക്കെ എനിക്ക് ഭയങ്കര വിശ്വാസം. നമുക്കൊരു ഐഡിയ ഉണ്ട്. അതെന്താന്ന് ഒന്ന് ആലോചിക്കട്ടെ. കിട്ടി. നിനക്ക് അവിടെ സ്വന്തം കസേരയായോ? ഐ മീൻ യുവർ ഓൺ ടേബിൾ, നിന്റെ സ്പേസ്. മിക്കറിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് ഞാൻ ഇറങ്ങിപ്പോകും. എടാ, എന്തായാലും അവർ കാണാനുള്ള കണ്ടു, പിന്നെ എന്തിന് ഹാഫ് ഡേ ലീവ്? എടാ, നീ നാളെ അവിടെ ചെല്ലണം. എന്നിട്ട് അവളുടെ ക്യാബിൻ എവിടെയാണോ അതിൻ്റെ ആ ചെയറിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നീ ചെയറിടണം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എടാ, അവനെ പിടിച്ച് മാറ്റണേ. ആവശ്യം എൻ്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞേക്കാം, സഹായിക്കാൻ വന്നാണ് ഞാൻ. ഇരിക്കാം. ഉറപ്പാണോ? ആ അങ്ങനെ ഇരിക്കുമ്പോൾ അവളെ നീ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൾ ശ്രദ്ധിക്കും ആരാണ് എന്നെ നോക്കുന്നത് ഇല്ലേ? യെസ്, അതാണ് നമ്മുടെ പോയിന്റ്. അങ്ങനെ നീ അവളെ വാച്ച് ചെയ്ത് ഏറ് കണ്ടിട്ട് അവളുടെ ശ്രദ്ധ നീ പിടിച്ചു പറ്റണം. അവളവിടെ ഹെക്റ്റിക് വർക്കിനായിരിക്കും, നിനക്കവിടെ പണിയൊന്നും ഇല്ല. അപ്പോൾ നീ അവൾ ഹെക്റ്റിക് വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് അവൾ ചെയ്യാൻ വിട്ടുപോകുന്ന പണികൾ നീ ചെയ്തു കൊടുക്കണം. അല്ല, അവൾക്ക് ചെയ്യാൻ പറ്റാത്ത പണി കൂടി എനിക്കറിയാമോ? എടാ, പണി എന്ന് പറഞ്ഞാൽ മറ്റേ കമ്പ്യൂട്ടർ പണിയല്ല, അല്ലാതെ നീ മേശ അറേഞ്ച് ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പരിപാടികൾ. ഹെക്റ്റിക് പരിപാടിക്കാരല്ലേ, അവർക്ക് എന്നും സമയം കാണില്ല. അപ്പം നീ കെയറിങ് അവിടെ ഇടണം. കെയറിങ് അവിടെ ഇട്ടിട്ട് അവളില്ലാത്തപ്പോൾ നീ ചെയ്യണം. അപ്പോൾ അവൾ തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ ആരാ ചെയ്ത് എന്ന് ചോദിക്കും. അപ്പം ആരാ ചെയ്തേ? അങ്ങനെ അവൾ നിന്നെ തല്ലിയ കൈ കൊണ്ട് നിന്നെ അവൾ ഓടിയിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. സെറ്റല്ലേ? കഴിക്കാൻ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാടി. ഇവിടെ ഓൾറെഡി ഒരു 100 കൂട്ടം പണിയാ. ഈ പേപ്പർ നോട്ടത്തിൽ അയാൾ എന്നെ കൊല്ലും. നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. നീ ബിസ്ക്കറ്റ് വന്ന് മേടിക്കും. നീ എവിടെയാ? ഞാൻ ഷെബിന്റെ ക്യാബിനുണ്ട്. ഞാനിപ്പോ അങ്ങോട്ടേക്ക് വരാം. ഈ കൊച്ചെന്താ ടേബിളും ഞാൻ അലങ്കോലാക്കിട്ടേക്കുന്നേ? അവൾ ചെയ്യാൻ വിട്ടുപോകുന്ന പണികൾ നീ ചെയ്തു കൊടുക്കണം. അടുക്കി വെച്ച് ഇമ്പ്രസ് ചെയ്യാം. ആരാ ഈ പരിപാടിയുടെ? സാന്ദ്ര, ആരാ ഇത് ചെയ്തേ? രാഹുല.
ഒന്ന് പുറത്തേക്ക് വരൂ, ഒന്ന് പുറത്തേക്ക് വരൂ പ്ലീസ്. എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്തേ? അത് ഞാൻ വന്ന് നോക്കിയപ്പോഴേ ടേബിളിൽ പേപ്പർ മൊത്തം ഡിസോർഡർ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് അടുക്കി വന്നിട്ട് ഹെൽപ്പ് ചെയ്യാം. അതിന്റെ പേരിൽ നന്ദി പറച്ചിലൊന്നും വേണ്ട കേട്ടോ. എടാ മോനെ, 2.5 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ഞാനത് ചെയ്തേ. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവന്റെ ഒരു ഇംപ്രഷൻ. പിന്നെ അടി കിട്ടിയല്ലേ, സാരമില്ല, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് സെറ്റാക്കാം.